ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ കിടന്നതേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. എന്തായാലും 8 മണിക്ക് ഇറങ്ങും. 8 മണിക്ക് ഇന്ന് ഇറങ്ങണം. എണീറ്റു. ഇനിയൊരു കോഫി കുടിക്കണം. നേരെ സ്ട്രെയിറ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇന്ന് ഓൾമോസ്റ്റ് 35 കിലോമീറ്റർ ഒന്ന് നടക്കാനുണ്ട്. ഇന്നലെ ഒരു പണി പറ്റിപ്പോയി. ഇന്നലെ രാത്രിക്കൊക്കെ ഊബർ ഈറ്റ്സിന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ രാത്രി പിന്നെ ഓർഡർ ചെയ്യാൻ നടക്കില്ല. ഞാൻ ഇത് കഴിക്കണ നേരത്തെ ഓർമ്മ വന്നു. അപ്പോൾ ഇതിന് അവർ ഡെലിവറിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള. പിന്നെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷെഡ്യൂൾ ചെയ്യണം. അതായത് ഇത്ര നേരത്തെ ഇങ്ങോട്ട് എത്തൂല. 9 മണി 10 മണിയൊക്കെ ആവും. അപ്പം ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു 15 മിനിറ്റ് എന്തോ നടന്നിട്ട് ഒന്ന് ഇന്നലെ നോക്കിയപ്പോൾ കണ്ടീനി. അവിടെ പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എന്ന് തുടങ്ങാൻ. അങ്ങനെ ഞാൻ ഇറങ്ങി ഗൈസ്. ഇതായിരുന്നു നമ്മളെ വീട്. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ സമയം 8:15 എൻ്റെ നേരം വൈകി വെച്ചാൽ ആ കഫേ തുറക്കുമ്പോൾ തന്നെ 8:30 ആവും. ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം കറക്റ്റാണ് 8:30 തന്നെ ഞാൻ അവിടെ എത്തും. എന്നാലും ഒരു തുറക്കുമ്പോൾ തന്നെ കയറി ചെല്ലണം. കോഫിയും കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴത്തേന് എന്തായാലും 9 മണി കഴിയും. അത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ ഹുഡിടാണ്ട് ഇന്ന് ടീഷർട്ട് ഇട്ട് ഇറങ്ങാൻ നോക്കി. പക്ഷേ രാവിലെ ടെമ്പറേച്ചർ നോക്കിയപ്പം 13 ഡിഗ്രിയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നടക്കില്ല. വീണ്ടും ഈ ഹുഡി തന്നെ ഇടണം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇനി ചൂട് കൊടുക്കൽ തുടങ്ങും. അപ്പോൾ ദൂരം വേണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, നമ്മൾ ഈ ട്രിപ്പ് 2 ദിവസം കൊണ്ട് 66 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇന്ന് 35 കിലോമീറ്റർ നമ്മൾ നടന്നാൽ ഒഫീഷ്യലി ഫസ്റ്റ് 100 കിലോമീറ്റർ ആയി. 100 കിലോമീറ്റർ നടക്കും ഇന്ന് 35 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു കഫേ ആണെന്ന് തോന്നുന്നു. എന്ത് സെറ്റപ്പ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്താണ് ദ ചീസ് ഷെഡ്. ഇതൊരു പരിപാടി കേട്ടോ, പോയി നോക്കട്ടെ. ഇത് വേറെ തന്നെ ഒരു വൈബ് സ്ഥലം കേട്ടോ. പിന്നെ ഒരു ഷെഡ്, ഇങ്ങനെ ഒരു ഷെഡ് ഇട്ടിട്ട് ഷെഡിൽ കുറേ സീറ്റിങ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലം. ഞാനൊരു ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തിരിക്കണേ. പിന്നെ ഒരു ടോസ്റ്റ് ഉണ്ട്, അത് വരാനുണ്ട്. ഓർഡർ ചെയ്യണതൊന്നും ഓൾക്ക് താല്പര്യമില്ല. അവിടെ ലേഡീസ് ഇനി ഓൾക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എടുത്തില്ല. പിന്നെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും ഒരു 20-25 മിനിറ്റ് ഇവിടെ പോകും. അപ്പം സമയം 9:15 9:30 ആവും. 9 മണിയൊക്കെ ആവും. 9 മണി എന്തായാലും കഴിയും. ഇപ്പോൾ 8:45 കുഴപ്പമില്ല. എന്നാലും ഫുഡ് കഴിക്കൽ നിർബന്ധമാണ്. ഒരു ടോസ്റ്റ് പറഞ്ഞാണ്, ബ്രെഡിൻ്റെ എന്തോ ചീസും സംഭവമൊക്കെ ഇട്ടിട്ടുള്ള. വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് ഫുഡ്. ക്യാപ്പിച്ചിനോ ഉണ്ട്. പിന്നെ ഇതാണ് ടോസ്റ്റ്, നല്ല ചീസൊക്കെ ലോഡ് ചെയ്തിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ ഇത് കഴിക്കട്ടെ. നമുക്ക് പ്ലേസ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വൈബ്. ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അധിക സമയമൊന്നും ഇരുന്നില്ല. 9:05 പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, കാരണം റോ ചീസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കിയൊരു ടോസ്റ്റിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട എനർജി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പ്രോട്ടീൻ ബാറൊക്കെ ഇതിലുണ്ട്. ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കാം. 21 മൈലാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളത്. ഇന്നലത്തെ പോലെ എന്നത്തെയും പോലെ ലഞ്ചിൻ്റെ മുന്നേ പകുതി കവർ ചെയ്യണം. ഞാൻ തുടങ്ങട്ടെ. നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു പണി കിട്ടിയിരിക്കണേ. എനിക്ക് ഊബർ വിളിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ കാണിച്ചുതരാം. അതാണ് ഞാൻ വന്ന വഴി. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ കൂടെ വഴിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡൊക്കെ ഞാൻ മാറി മാറി എങ്ങനെയൊക്കെ ഇങ്ങോട്ട് എത്തി. ഇവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നടക്കാൻ വഴിയില്ല. ഇത് മെയിൻ റോഡാണ്. ഇതിൽ കൂടെ എന്തായാലും നടക്കില്ല. കാരണം ഇങ്ങനെയാണ് വണ്ടി പോണത്. പിന്നെ അപ്പുറത്ത് ഇതേപോലെ ചെറിയൊരു വഴി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ആ കാട്ടിലോട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഏതോ ലെഫ്റ്റിലോട്ട് തിരിയുന്ന വഴി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഊബർ വിളിക്കണം. വേറെ ഒരു രക്ഷയില്ല. അത് നോക്കുമ്പോൾ ഒരു 5 കിലോമീറ്ററോളം ഊബർ എടുക്കും. കാരണം ഇതേ സ്ട്രെയിറ്റ് വഴി തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ 5 കിലോമീറ്ററോളം ഊബർ എടുക്കല്ലാണ്ട് വേറെ വഴിയില്ല. ഞാനിപ്പോൾ ഊബറിൽ കൊടുത്തുകണ്, പക്ഷേ ഡ്രൈവേഴ്സൊന്നും പിക്ക് ചെയ്യണില്ല. ഇനി ഇവിടെ ഊബർ വരുമോ എന്നുള്ളത് നോക്കണം. ഞാൻ എടുത്ത ലൊക്കേഷനിൽ അവിടുന്ന് അങ്ങോട്ട് നടക്കാനുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ആകെ മൊത്തത്തിൽ വിഷയമാണല്ലോ ഇന്ന്. കാരണം ഊബർ ഡ്രൈവേഴ്സൊന്നും പിക്ക് ചെയ്യണില്ല. ഇവിടെ അടുത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഊബർ ഡ്രൈവേഴ്സ്.
അപ്പം ഇപ്പോൾ 10:08 10:10 ബസ് കാണിക്കുന്നുണ്ട്. ബസ്സിന് പോകാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 11:10 ബസ്. അപ്പോൾ അത് കിട്ടുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞാനുള്ളത് ബസ്സിലാണ്. പിന്നെ എൻ്റെ തീരുമാനം വളരെ നല്ല തീരുമാനമായിരുന്നു. പിന്നെ സൈഡിലൂടെയും നടക്കാനുള്ള ഒന്നും കാണില്ല. ബസ്സാണെങ്കിൽ പറപ്പിച്ച് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ എത്തിയേക്കാരം. അവിടെ എത്തിയിട്ട് ഇനി നടക്കാനുണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ബസ്സിന് പിന്നെയും പോകേണ്ടി വരും. പക്ഷെ അടുത്ത ബസ്സൊക്കെ എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്. എല്ലാ വെച്ചാൽ നോക്കാം, വരുന്നോടത്ത് വെച്ച് കാണാം. ബസ് 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. ഒരു 4-4.5 കിലോമീറ്റർ കവർ ചെയ്യാൻ. ഇനി 16 മൈൽസാണ് കാണിക്കുന്നത് ടോട്ടല്. ലേശം സങ്കടമുണ്ട്, കാരണം ഫുള്ള് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. പക്ഷെ വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം നടക്കാനുള്ള പാത്ത് വേണ്ട, അല്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ സൈക്കിളാണെന്നൊന്നും കൂടെ റോട്ടിലൂടെ പോകാൻ, പക്ഷെ ഇതത് പറ്റില്ലല്ലോ. പക്ഷെ സാരമില്ല, വേറെ ഇപ്പം എന്താ ചെയ്യാൻ. ഇന്നലത്തൊക്കെ പോലെ മഴ തുള്ളിയിട്ടിട്ട് ഇന്നലൊന്നും പെയ്തില്ല, പക്ഷേ ഇന്ന് പെയ്യൂന്നൊരു സംശയമുണ്ട്. ഇന്നും എപ്പോഴും തന്നെ പറയണത്, പക്ഷേ ഇന്ന് കുറച്ച് ഹെവി തുള്ളിയിടൽ തുടങ്ങിയിരിക്കണ്. നോക്കുക, ഇന്നിപ്പോൾ 5 കിലോമീറ്റർ, അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ എടുത്തിട്ടില്ല, ഒരു 4 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 4 or 4.5, കറക്റ്റ് എനിക്കറിയില്ല, നോക്കേണ്ടി വരും. അത് 4 മിനിറ്റ് കൊണ്ട് എത്തിയതുകൊണ്ട് ഇനി അത്യാവശ്യം കുറച്ച് പതുക്കെ പോവാം. വേറെ എന്തായാലും ചെയ്യാം. ഇന്ന് ശരിക്കും അഡ്വഞ്ചറസ് ഡേ തന്നെയാണ്. മഴ തുള്ളികൾ തുടങ്ങി. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് റെയിൻ കോട്ടൊക്കെ വലിച്ചിട്ടപ്പോൾ മഴ നിന്നു. ഇനിയിപ്പോൾ പെയ്യുമെന്നറിയില്ല. തുള്ളിയിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പോഴും. പിന്നെ ബാഗ് ഞാൻ പുറത്തു കൂടെ ഇട്ടത്, കാരണം ബാഗ് ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ ബട്ടൺ ഇടാൻ കഴിയണില്ല. അപ്പോൾ ബാഗ് പുറത്തു കൂടെ ഇട്ട്. ബാഗ് വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല. പോയി നോക്കട്ടെ. ഇനി മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഊരി വെക്കാം. ഇങ്ങനെ നടന്നപ്പോൾ വീണ്ടും ഒരു നൈസ് സ്പോട്ട്, ഇന്നലെ കണ്ട അതേപോലത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. പക്ഷെ ഇത് ചെറുതാണ്. അപ്പുറത്തൊരു പാർക്കൊക്കെ ഉണ്ട്. മഴ പെയ്യണില്ല, അതുപോലത്തെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലം, കൊച്ചു സ്ഥലം. എന്താ ഇപ്പം ഞാൻ പറയാ, ഇതാണ് എനിക്ക് പോകാനുള്ള വഴി. നടക്കാൻ സ്ഥലമില്ല, നടക്കാൻ ഫുട്പാത്തില്ല. ഊബർ എടുക്കേണ്ടി വരും. പക്ഷെ ഊബർ ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് ഊബറും പിക്കാക്കണില്ല. കഷ്ടകാലം. ഇനിയിപ്പോൾ ഉള്ള വഴിയൊക്കെ ഇങ്ങനെ തന്നെ ആണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് നടക്കില്ല. കാരണം ഗൂഗിളിൽ നോക്കുമ്പോൾ ഈ വഴിയാണ് കാണിക്കണത് നടക്കാൻ, വാക്കിങ് കാണിക്കണ വഴി ഇതാണ്. പക്ഷെ ഇതിലെങ്ങനെ നടക്കുക? സൈഡിൽ കൂടെ അത്രയും ചെറിയ റോഡാണ്, അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട്. അത് ഭയങ്കര സ്പീഡിലാണ് പോകുക. അപ്പോൾ ഒരിക്കലും നടക്കില്ല, ഈ റോട്ടിൽ കൂടെ നടക്കില്ല. അപ്പോൾ ഫുട്പാത്ത് ആണെങ്കിൽ ഫുട്പാത്തും ഇല്ല. ഞാൻ കുറച്ചുകൂടി ബാക്കൊക്കെ നടന്നിട്ട് അവിടെ ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം ഉണ്ടായിനി. അവിടുന്ന് ബസ് കിട്ടുമെന്നോ, ബസ് അവിടുന്ന് ഇങ്ങോട്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആ ബസ് നോക്കുമ്പോൾ ഉച്ചക്ക് 3 മണിക്കൊക്കെ കാണിക്കണേ. അപ്പോൾ മിക്കവാറും അവിടെ പോയിട്ട് ഊബർ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്താ ചെയ്യണു? കഷ്ടകാലം നോക്കി ഊബർ ആരും പിക്കപ്പ് ചെയ്യണില്ല. ഇവിടെ അടുത്തൊന്നും ഊബറിൻ്റെ ഡ്രൈവേഴ്സ് ഇല്ലയെന്ന് അതിൽ കാണിക്കണത്. ഊബറും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ കാട്ടുക? ഈ കാണിച്ച മാതിരി 2:45 ഇപ്പോൾ 11:45 2:45 ബസ്സും ട്രെയിനൊക്കെ എടുത്ത് പോകേണ്ടി വരും. ഞാനൊരു 10-20 മിനിറ്റോളം ഇവിടെ ഇരുന്നിട്ട് ഊബർ നോക്കി. അപ്പോൾ ഇത് ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഊബർ ഡ്രൈവേഴ്സ് ഒന്നും ഇത് പിക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂട്ടി നോക്കി. അപ്പോൾ ഒരു ഡ്രൈവർ ഇപ്പോൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഡിഡ്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം, അങ്ങോട്ട് ഇനി ഇവിടുന്ന് നോക്കുമ്പം 8.5 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. വേറെ എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ അത് എടുത്തു. ഇനി അവിടുന്ന് എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും അത്രയും കിലോമീറ്റേഴ്സ് കുറഞ്ഞു, സമയം നേരത്തെ എത്തും. ഇന്നത്തെ ഡെസ്റ്റിനേഷനിലാണെങ്കിൽ അവിടുത്തെ ആൾ പറഞ്ഞത് 6 മണിക്ക് ശേഷം അവിടെ ഉണ്ടാവും. ലഞ്ചൊക്കെ കഴിച്ച് സമയം കളയേണ്ടി വരും.
പക്ഷെ ഇത് ശരിക്കും തിരിച്ചടിയായി പോയി. ഇനിയുള്ള ട്രാവൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആർക്കും തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. കാരണം കൺട്രി സൈഡ് ആയതുകൊണ്ടേ ഫുഡ് പാത്ത്സ് ഒന്നുമില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകേണ്ടി വരും. ഇല്ലാണ്ട് എന്താ വഴി? അതാ വരുന്നത്, ഈ വണ്ടിയാണെന്ന് തോന്നുന്നു. ആയാ ഹായ്. Good. How are you? To Didcot. അങ്ങനെ ഞാൻ ഡിഡ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുകയാണ്. ഇവിടുന്ന് ഇന്നലെ നിന്ന വീട്ടിലേക്ക് 20 കിലോമീറ്ററാണുള്ളത്. 20 കിലോമീറ്ററാണ് ഞാൻ നടക്കേണ്ടതിന് ദൂരമാണ് ഇതൊക്കെ. ഇതിലിപ്പോൾ ആകെ ഞാൻ 7-8 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുള്ളൂ. ബാക്കി എനിക്ക് യൂബറായിട്ടും ബസ്സായിട്ടും എടുക്കേണ്ടി വന്നു. പിന്നുള്ളപ്പോൾ പാത്ത് വേ എങ്ങനെയാണ് എന്നുള്ളതൊരു ഐഡിയ ഇല്ല. ഇടക്ക് വെച്ചിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് എന്താ ചെയ്യുക? ഇനി ആകെ ഇപ്പോൾ ഇവിടുന്ന് ഇന്നത്തെ സ്റ്റേക്ക് കാണിക്കുന്നത് 15 കിലോമീറ്ററാണ്. 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം 12:20 ആയിക്കണത്. അപ്പം അവിടുത്തെ ഹോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് 6 മണിക്ക് ശേഷം വീട്ടിലുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കുക, കുറച്ചധികം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. റെസ്റ്റ് എടുക്കുക ഒക്കെ ആയിട്ട് പോവേണ്ടി വരും. നോക്കട്ടെ, എന്തേലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും സ്പോട്ട് ഇവിടെ അടുത്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം തിരിഞ്ഞഴിച്ച് സമയം പോകണമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മറ്റിടത്ത് തന്നെ എന്നുണ്ടെങ്കിൽ ഇന്ന് 6 മണിക്ക് എന്നാൽ അവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് ആകെ 3.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഒരു 2 മണിക്ക് ഇറങ്ങിയാലേ അവിടെ ഒരു 5:30, 5:45, 6 മണി സമയത്ത് എത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിന് മുന്നേ ഇറങ്ങിയിട്ട് കുറേ റെസ്റ്റ് എടുത്ത് അങ്ങനെ പോകണം. അതേക്കാരം നല്ലത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ, ഞാൻ ഊബർ ഇറങ്ങി അവിടെ തന്നെ ഉണ്ടായിന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ബീഫ് സ്റ്റേക്കും പിന്നെ ലെമണേഡും ആണെന്ന് ഓർഡർ ചെയ്ത്. ഒന്നുണ്ട്, കാണിച്ചു തരാം. കേട്ടോ, ലുക്ക് അറ്റ് ദിസ്, ദ ബീഫ് സ്റ്റേക്ക്. കഴിച്ചു നോക്കട്ടെ. പിന്നെ ലെമണേഡും ഉണ്ട്. ഇതാണിപ്പോൾ ഇന്നത്തെ ലഞ്ച്. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 1 മണി ആയിട്ടുള്ളൂ. ഒരു 1:45 സമയമാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇപ്പോൾ സമയം 1:45. ഇനി 3.5 മണിക്കൂറാണ് യാത്ര കാണിക്കുന്നത്. 3.5 മണിക്കൂർ എന്ന് പറയുമ്പം 5:30-6 മണി. പിന്നെ റെസ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേന് എല്ലാവരും കൈ അയക്കാറും നോക്കട്ടെ. പിന്നെ അത്രയും കൂടി ഉള്ളു ഇനി നടക്കാൻ. ഇന്നിപ്പോൾ അധികം നടക്കേണ്ടി വന്നില്ല. ഇനിയുള്ളതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പോയി നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്സോ ട്രെയിനൊക്കെ എടുത്ത് പോകേണ്ടി വരും. ഊബർ എപ്പോഴും എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളത് നോക്കട്ടെ. ഇതിൽ കാണിക്കുന്നുണ്ട് നടക്കാൻ പറ്റും എന്നുള്ളത് മാപ്പിൽ. പക്ഷെ അവിടെ എത്തുമ്പം വഴി അങ്ങോട്ട് കൈയാണ്. ഇപ്പം സമയം വൈകിട്ട് 3:45. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേയൊക്കെ നടന്ന് മഴ പെയ്ത് അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഞാൻ റെയിൻകോട്ട് ഇട്ട് കുറേയൊക്കെ നടന്ന് വഴികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ ഇടുങ്ങിയ വഴി എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അത് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് സൈഡ് കൂടെ പിന്നെ മെല്ലെ നടന്നു നോക്കി. കുറച്ചൊക്കെ നടന്ന് ഒരു മാപ്പിൽ കുറച്ച് ഒരു ഏരിയ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ആ സ്ഥലത്തപ്പം ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെയും ആ കാണുന്ന പോലെ എന്താണ് ഫുഡ് പാത്തില്ല. നോക്കി കാണുന്നുണ്ടാവും. ഇത്രയും തോന്നെ ഈ സെയിം റൂട്ടാണ്. അപ്പം ഇങ്ങനെ വണ്ടി പോകുന്ന റൂട്ടിൽ സൈഡിൽ കൂടെ നടക്കലെന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ഞാൻ വിചാരിച്ചു ഇനി ബസ്സിന് തന്നെ പോവാന്ന്. കാരണം ഇനിയിപ്പോൾ ബസ്സുള്ളത് 4 മണിക്കാണ്, 15 മിനിറ്റ് കൂടി. അല്ലാതെ വേറെ ഇപ്പം എന്താ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി വാക്കിങ് ഇട്ടപ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതാണ് വഴി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വഴിയില്ല. അപ്പോൾ അത് നടക്കാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിഫ് വെയിൽസ് ആണ്. അപ്പോൾ അങ്ങോട്ട് എത്താൻ ഇനിയിപ്പം നടക്കാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത വഴികൾ നോക്കേണ്ടി വരും. ഫെയർ ഇനഫ് അല്ലേ? വേറെ എന്താ ചെയ്യുക? പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ബസ് എടുത്ത് പോയോട്ടെ. ബസ് എടുത്താൽ 10-40 മിനിറ്റ് കൊണ്ട് അവിടെ അങ്ങോട്ട് എത്തും. 4:30. അവിടെ 6 മണിക്ക് എത്തേണ്ടതുള്ളൂ. വേറെ എന്തെങ്കിലും അവിടെ ചെറിയതിരിക്കേണ്ടി വരും. ഇതാ ബസ് വരുന്നു.
Ja. ഓക്കെ. അങ്ങനെ ബസ് ഇറങ്ങി. വാൻറ്റേജ് എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ അവിടുത്തെ സിറ്റി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റേക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. ശരിക്കും ആ സ്റ്റാൻഡ് അങ്ങോട്ട് ബസ് പോകുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മൾ നടക്കില്ല നമ്മളെ പരിപാടി. അപ്പം സിറ്റി സെൻറ്ററിൽ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ ബസ് തന്നെ അങ്ങോട്ട് പോയാൽ നേരത്തെ എത്തും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം വീട്ടിൽ കയറാൻ പറ്റില്ല. 6 മണിക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമയം 4:15 അപ്പോൾ ഞാൻ വിചാരിച്ച് സിറ്റി സെൻറ്ററിൽ ഇറങ്ങിയിട്ട് ഒന്ന് തിരിഞ്ഞ് കളിച്ച് എവിടുന്നേലും ഒരു ചായയൊക്കെ കുടിച്ച് നല്ല പോകാമെന്ന് വിചാരിച്ച് ആ അങ്ങാടിയിൽ സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് നടന്ന് ഞാൻ പിന്നെ സമയമായപ്പോൾ തിരിച്ച് വീട്ടിൽ കിടക്കാൻ വിചാരിച്ചപ്പോൾ ഏകദേശം വീട്ടിലെത്താനായി. ഒരു 22 മിനിറ്റോളം നടക്കാണ്ടായി. ഇനി ഒരു 5 മിനിറ്റ് കൂടി എന്തോ ഉള്ളൂ. സമയം 5:50 5:45 കഴിഞ്ഞാൽ എത്തുന്ന പറഞ്ഞിരുന്നത് വീട്ടിലാൾ. പോയോക്കിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ റൂമും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നേരത്തെ എത്തി, അതുകൊണ്ട് ഇനി കൂടുതൽ റെസ്റ്റ് എടുക്കാം, അത്രേ ഉള്ളൂ. ഇന്നത്തെ റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. റൂം ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ബെഡ്. ഇങ്ങനെ ഒരു ഡെസ്ക് ഉണ്ട്, വലിയൊരു TV ഉണ്ട്. സോ ഞാനിത് അവിടെ. പിന്നെ ഇതാണ് റൂം. പിന്നെ വാഷ്റൂം വരുന്നത് പുറത്താണ്. ഇതാണ് വാഷ്റൂം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 35 കിലോമീറ്ററോളം എന്തോയായിരുന്നു, ഓർമ്മയില്ല കറക്റ്റ്, 35 തോന്നുന്നു. 35 അത്രയും കിലോമീറ്ററോളമായിരുന്നു ഇന്ന് നടക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളും നമുക്ക് ഫുട് പാത്ത് ഇല്ലാത്തത് കൊണ്ട് ഊബറും പിന്നെ 2 തവണ ബസ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഏകദേശം 17 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. 17 അല്ല 19 കിലോമീറ്ററോളം നമ്മളിന്ന് നടന്നിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. മിറർ തന്നെ അല്ലല്ലേ. പിന്നെ 19 കിലോമീറ്റർ 25,000 സ്റ്റെപ്പ് നടക്കേണ്ടി വന്ന്. അതും മോശമല്ലല്ലോ ഒരിക്കലും 19 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ. അത് ഞാൻ ആ അങ്ങാടിയിൽ കുറച്ചൊക്കെ നടന്നുകൊണ്ടും ഒരു 18 കൂട്ടാം, 18 കിലോമീറ്റർ. അപ്പോൾ ബാക്കി 17 കിലോമീറ്ററോളം നമ്മൾ നടക്കാണ്ട് വന്നു. എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഏതായാലും 6 മണിക്ക് ഇവിടെ എത്തി. ഞാനൊന്ന് ഫ്രഷ് ആവുക, ഫുഡിന് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, പോയി കഴിക്കുക, കിടന്നുറങ്ങുക. അതാണ് ഇനി ഇന്നത്തെ അടുത്ത പരിപാടികൾ. നാളത്തതും ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. രാത്രി 10 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ സബ്വേയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിനി, അത് കഴിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്. അധികം നടന്നിട്ടില്ല ശരിയാണ്, എന്നാലും 10-20 കിലോമീറ്റർ നടന്നില്ല ടോട്ടലി. 18 എന്തായാലും അത്രയും നടന്നില്ലേ, ക്ഷീണമുണ്ട്. ഇന്ന് കുറച്ച് ഓഫ് തന്നെ ഇനി, കാരണം വിചാരിച്ച പോലെ നടന്നില്ലല്ലോ. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നാളെ എന്തായാലും, നാളെ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് ഇറങ്ങൽ ഈ റൂളിലുള്ളതാണ്, ഇവിടുത്തെ വീടിൻ്റെ റൂളിലുള്ളതാണ്. അപ്പം ബാക്കിയുള്ളടത്ത് എന്നൊക്കെ പറഞ്ഞാൽ 10 മണി 11 മണിക്കൊക്കെ ഇനി ചെക്കൗട്ട്. ഇവിടെ 8 മണിക്ക് കറക്റ്റ് എന്തായാലും ഇറങ്ങണം. അപ്പം നേരത്തെ എണീക്കണം. ഇന്ന് ഓഫ് ഇനി കുഴപ്പമില്ല, നാളെ എന്തായാലും ഡബിൾ പവറിൽ നാളെ ഇറങ്ങണം, ഉഷാറാക്കണം, ഒന്ന് എനർജറ്റിക് ആയിട്ട് നാളെ സെറ്റാക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം.